നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാം ഉള്ളിലുള്ള, നമ്മൾ അത്രയൊന്നും ശ്രദ്ധിക്കാത്ത, ഒരുപക്ഷെ കാണാൻ ഇഷ്ടപ്പെടാത്ത ഒരു ഭാഗത്തെക്കുറിച്ചാണ്. നിഴൽ അഥവാ ഷാഡോ. യുംഗിയൻ ആനലിസ്റ്റായ റോബർട്ട് എ ജോൺസന്റെ ആശയങ്ങളെ മുൻനിർത്തിയാണ് നമ്മളിത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോ നമുക്കൊരു ചോദ്യത്തോടെ അങ്ങ് തുടങ്ങിയാലോ? നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കുന്ന നിങ്ങളുടെ സ്വഭാവങ്ങളില്ലേ? അതിൽ ചിലപ്പോൾ തനിത്തങ്കം ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിലോ? ഒന്നാലോചിച്ച് നോക്കൂ. നമ്മൾ വേണ്ടെന്ന് വെച്ച് അടിച്ചമർത്തുന്ന പല കാര്യങ്ങളിലും നമ്മുടെ ഏറ്റവും വലിയ കഴിവുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവാം. ആ ഒരു ആശയത്തിലേക്കാണ് നമ്മൾ ഇന്നിറങ്ങിച്ചെല്ലുന്നത്. ശരി, നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്ന് കടന്നു നോക്കാം. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ജനിക്കുന്നത് ഒരു പൂർണ്ണതയോടെയാണ്, അല്ലേ? പക്ഷേ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളും സമൂഹവുമൊക്കെ നമ്മളെ പതിയെ പതിയെ വിഭജിക്കാൻ തുടങ്ങും. ചില സ്വഭാവങ്ങൾ നല്ലതാണെന്നും ചിലത് മോശമാണെന്നും പഠിപ്പിക്കും. അങ്ങനെ നമ്മുടെ ബോധമനസ്സിന് സമാന്തരമായി നമ്മളുപോലും അറിയാതെ നമുക്കൊരു മറുഭാതി രൂപപ്പെട്ടുവരും. അപ്പോൾ എന്താണ് ഈ പറയുന്ന നിഴൽ അഥവാ ഷാഡോ? സിമ്പിളായി പറഞ്ഞാൽ റോബർട്ട് എ ജോൺസന്റെ ഭാഷയിൽ തന്നെ പറയാം, ഇത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന, നമുക്ക് നേരിട്ട് കാണാനോ ശരിക്കും അറിയാനോ പറ്റാത്ത ഒരു ഭാഗമാണ്. നമ്മുടെ ബോധമനസ്സ്, അതായത് നമ്മുടെ ഈഗോ അംഗീകരിക്കാൻ തയ്യാറാവാത്ത എല്ലാ കാര്യങ്ങളും, അതെല്ലാം ഈ നിഴലിൻ്റെ ഭാഗമാടും. നിഴലെന്ന് കേൾക്കുമ്പോഴേ പലർക്കും ഒരു പേടിയാണ്. എന്തോ ഭയങ്കര നെഗറ്റീവ്, ഒരു ശത്രു എന്നൊക്കെയാണ് ധാരണ. എന്നാൽ സത്യം അതല്ല. ഇത് തിന്മയുടെ പ്രതീകമൊന്നുമല്ല, നമ്മളെ നശിപ്പിക്കാൻ നടക്കുന്ന ഒരു ശത്രുവുമല്ല. നേരെ മറിച്ച് ഇത് നമ്മുടെ തന്നെ ഒരു ഭാഗമാണ്. നമ്മളെ ഒരു പൂർണ്ണ മനുഷ്യനാക്കാൻ സഹായിക്കുന്ന ഒരു കൂട്ടുകാരനെ പോലെയാണത്. അപ്പോൾ ഈ നിഴലിൻ്റെ റോൾ എന്താണെന്നല്ലേ? നമ്മുടെ വ്യക്തിത്വത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവരിക എന്നതാണ് ഇതിൻ്റെ പ്രധാന പണി. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കുറ്റവാളിയെ സങ്കൽപ്പിക്കുക. അയാളുടെ ബോധമനസ്സിൽ ക്രൂരതയാണെങ്കിൽ അയാളുടെ നിഴലിൽ ചിലപ്പോൾ ആത്മാർത്ഥത, ദയ പോലുള്ള നല്ല ഗുണങ്ങളുണ്ടാവാം. അതുപോലെ ഭയങ്കര നാണം കുണുങ്ങിയായ ഒരാളില്ലേ, അയാളുടെ നിഴലിൽ ചിലപ്പോൾ നല്ല ഉറച്ച നിലപാടുള്ള, നല്ല ധൈര്യമുള്ള ഒരാൾ ഒളിഞ്ഞിരിപ്പുണ്ടാവാം. കണ്ടോ? അതൊരു കോമ്പൻസേഷനാണ്. വളരെ ശക്തമായൊരു വാചകമുണ്ട്: ഇരുട്ടിനെ നിഷേധിക്കുന്നത് നമ്മളെ തന്നെ നമ്മുടെ പകുതിയെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ കാര്യം വ്യക്തമല്ലേ? നമ്മുടെ ഈ മറുഭാതിയെ അംഗീകരിക്കേണ്ടത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ബോധമനസ്സും ഈ അബോധമായ നിഴലും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ഒരു അടിപൊളി രൂപകമുണ്ട്. നമുക്കതിലേക്ക് കടക്കാം. ഈ രൂപകം എന്താണെന്നോ? നമ്മൾ കുട്ടിക്കാലത്ത് കളിക്കുന്ന സീസോ ഇല്ലേ, അതുതന്നെ. നമ്മുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ ഇതിലും നല്ലൊരു ഉപമയില്ല. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ ഈ കളി മനസ്സിലാക്കാൻ സീസോ നമ്മളെ ശരിക്കും സഹായിക്കും. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഈ സീസോയുടെ ഒരറ്റത്ത് വലതുവശത്ത് നമ്മുടെ ഈഗോ ഇരിക്കുന്നു. അതായത് നമ്മൾ ലോകത്തിന് മുന്നിൽ കാണിക്കുന്ന, നമ്മൾ അംഗീകരിക്കുന്ന നമ്മുടെ നല്ല ഗുണങ്ങൾ. ഇനി മറ്റേ അറ്റത്ത് ഇടതുവശത്ത് നമ്മുടെ നിഴൽ, നമ്മൾ ഒളിപ്പിച്ചുവെച്ച, അംഗീകരിക്കാൻ മടിക്കുന്ന നമ്മുടെ വശങ്ങൾ. ഈ സീസോ നേരെ നിൽക്കണമെങ്കിൽ എന്തു വേണം? ഒരു ബാലൻസ് വേണം, അല്ലേ? ആ ബാലൻസാണ് യഥാർത്ഥ മാനസികാരോഗ്യം, ആ പൂർണ്ണത. അതായത് ജീവിതം മുഴുവൻ ആ സീസോയുടെ നല്ല വശത്ത് മാത്രം ഇരിക്കാൻ ശ്രമിക്കുന്നതിലല്ല കാര്യം. അത് നടക്കുകയുമില്ല. യഥാർത്ഥ ആരോഗ്യം ആ നടുവിലുള്ള പോയിന്റിലാണ്, ആ സെന്റർ പോയിന്റിൽ. അതാണ് ശരിക്കുമുള്ള വിശുദ്ധമായ ഇടം. ശരി, ഇനി സീസോയുടെ ബാലൻസ് തെറ്റിയാൽ എന്ത് സംഭവിക്കും? അതായത് നമ്മൾ നമ്മുടെ നിഴലിനെ കണ്ടില്ലെന്ന് നടിച്ച് അതിനെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ അവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഇത് പ്രൊജക്ഷൻ എന്നൊരു സംഭവത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ഈ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് 4 സ്റ്റെപ്പുകളുള്ള ഒരു കളിയാണ്. സ്റ്റെപ്പ് 1, നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു സ്വഭാവത്തെ അങ്ങ് നിഷേധിക്കും. എനിക്കിങ്ങനൊരു സ്വഭാവമേ ഇല്ല എന്ന് തീരുമാനിക്കും. സ്റ്റെപ്പ് 2, ആ സ്വഭാവം എവിടെയും പോവില്ല, അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ഇരുണ്ട മൂലകളിൽ പോയി അടിഞ്ഞുകൂടും. സ്റ്റെപ്പ് 3, പെട്ടെന്നൊരു ദിവസം അതേ സ്വഭാവം നമ്മൾ മറ്റൊരാളിൽ വളരെ വ്യക്തമായി കാണാൻ തുടങ്ങും. അയാളുടെ ആ സ്വഭാവം നമ്മളെ വളരെ അലോസരപ്പെടുത്തും. സ്റ്റെപ്പ് 4, നമ്മൾ അവരോട് ദേഷ്യപ്പെടുകയോ വെറുക്കുകയോ ചെയ്യും. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ പ്രതികരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ നമ്മൾ ഒളിപ്പിച്ചുവെച്ച അതേ സ്വഭാവത്തോടാണ്. ഇത് നമ്മൾ അറിയുകയേയില്ല. ഈ കളി വ്യക്തികളുടെ കാര്യത്തിൽ മാത്രമല്ല നടക്കുന്നത്. ഒരു സമൂഹം മുഴുവനായിട്ടും ഇത് ചെയ്യാറുണ്ട്. ഏതൊരു പത്രത്തിൻ്റെ 1-ാം പേജ് എടുത്തു നോക്കിയാലും മതി. യുദ്ധം, സാമ്പത്തിക പ്രശ്നങ്ങൾ, വർഗീയത, ഇതെല്ലാം എന്താണ്? ഒരു സമൂഹം ഒന്നടങ്കം തങ്ങളുടെ ഉള്ളിലെ നിഴലിനെ മറ്റുള്ളവരുടെ മേൽ പ്രൊജക്റ്റ് ചെയ്യുന്നതിൻ്റെ വലിയ ഉദാഹരണങ്ങളാണ്. റോബർട്ട് എ ജോൺസൺ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഞാനൊരു നഴ്സറിക്കാരനുമായി വഴക്കിട്ടു. എന്റെ നിഴലിനെ ഞാൻ ബോധപൂർവം തിരിച്ചറിയാത്തതുകൊണ്ട് ഞാനത് ആ പാവം അപരിചിതന്റെ മേൽ ചാർത്തിക്കൊടുത്തുവെന്ന്. കണ്ടോ? അദ്ദേഹത്തിന്റെ ഉള്ളിലെ ക്ഷീണമോ ദേഷ്യമോ അതിനെ തിരിച്ചറിയുന്നതിന് പകരം അദ്ദേഹം അത് പുറത്തുള്ള ഒരാളോട് തീർത്തു. ഇതാണ് പ്രൊജക്ഷന്റെ ഒരു ക്ലാസിക് ഉദാഹരണം.
ഓക്കെ, അപ്പം നിഴലിനെ അവഗണിച്ചാലുള്ള അപകടങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. എന്നാൽ ഇനി നമുക്ക് കാര്യത്തിന്റെ പോസിറ്റീവ് സൈഡിലേക്ക് വരാം. ആ ഇരുട്ടിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന നിധി, ആ സ്വർണം എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. ഇവിടെ ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയുമോ? നമ്മൾ നമ്മുടെ ഉള്ളിലെ മോശം വശങ്ങളെ ഒളിപ്പിക്കുന്നതിനേക്കാൾ കഷ്ടപ്പെട്ടാണ് നമ്മുടെ നിഴലിലുള്ള നല്ല വശങ്ങളെ ഒളിപ്പിക്കുന്നത്. വിചിത്രമായി തോന്നുന്നില്ലേ? നമ്മുടെ ഉള്ളിലെ മഹത്വത്തെ, നമ്മുടെ കഴിവിനെ നമ്മുടെ തിന്മയേക്കാൾ കൂടുതൽ ഭയപ്പെടുന്നു. നമ്മുടെ ലൈഫിലെ എനർജിയിലെ അതിൻ്റെ എല്ലാം ഒരു വലിയ പങ്ക് കിടക്കുന്നത് ഈ നിഴലിലാണ്. അപ്പോൾ അതിനെ അവഗണിക്കുമ്പോൾ എന്തു സംഭവിക്കും? നമുക്കൊരു ഉഷാറില്ലായ്മ, എപ്പോഴും ക്ഷീണം, മടി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. എന്നാൽ എപ്പോഴാണോ നമ്മൾ ആ നിഴലുമായി ഒന്ന് സംസാരിക്കാൻ തുടങ്ങുന്നത്, അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട ആ എനർജിയും ഉന്മേഷവുമൊക്കെ തിരികെ കിട്ടും. ഇവിടെയാണ് നമ്മുടെ ബോധത്തിൽ ഒരു വലിയ മാറ്റം വരേണ്ടത്. നമ്മൾ കോൺട്രഡിക്ഷൻ എന്ന അവസ്ഥയിൽ നിന്ന് പാരഡോക്സ് എന്ന അവസ്ഥയിലേക്ക് മാറണം. എന്താണ് വ്യത്യാസം? കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി എന്നാണ്. ഒന്ന് ശരി, മറ്റേത് തെറ്റ്. എന്നാൽ പാരഡോക്സ് അങ്ങനെയല്ല. അത് എയും ബിയും ഒരുമിച്ച് ശരിയാകുന്ന അവസ്ഥയാണ്. അതൊരു ക്രിയേറ്റീവ് അവസ്ഥയാണ്. യാഥാർത്ഥ്യത്തെ നമ്മൾ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഒരു നിമിഷം. ഈ പാരഡോക്സ് എന്ന ആശയം കുറച്ചുകൂടി വ്യക്തമാക്കാൻ ചില ഉദാഹരണങ്ങൾ നോക്കാം. രാത്രി ഉള്ളതുകൊണ്ടല്ലേ പകലിനൊരർത്ഥമുള്ളൂ? അതുപോലെ വിശ്രമമുള്ളതുകൊണ്ടാണ് പ്രവർത്തനത്തിനൊരു വിലയുണ്ടാകുന്നത്. ജയിക്കുന്നത് നല്ല കാര്യമാണ്, സംശയമില്ല. എന്നാൽ തോൽക്കുന്നതും ചിലപ്പോൾ നല്ലതാണ്. കണ്ടോ, വിപരീതമെന്ന് തോന്നുന്ന രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് നിലനിൽക്കുമ്പോഴാണ് ഒരു പൂർണ്ണതയുണ്ടാകുന്നത്. ഈ വിപരീതങ്ങൾ ഒന്നിക്കുന്നതിനെ സൂചിപ്പിക്കാൻ വളരെ മനോഹരമായൊരു ചിഹ്നമുണ്ട്. അതിനെ മണ്ടോർല എന്നാണ് പറയുന്നത്. രണ്ട് വൃത്തങ്ങൾ, അവ ഒന്നിനു മുകളിൽ നന്നായി വരുമ്പോൾ നടുക്കൊരു ബദാംപരിപ്പിന്റെ ആകൃതിയിലുള്ളൊരു ഭാഗം വരുമല്ലോ, അതാണ് മണ്ടോർല. രണ്ട് വിപരീതങ്ങൾ കൂടിച്ചേരുന്ന ആ വിശുദ്ധമായ ഇടം. അപ്പോ ഈ ചിത്രത്തിലേക്ക് നോക്കൂ. ഒരു വൃത്തം പ്രകാശത്തെയും ഈഗോയെയും നന്മയുമൊക്കെ പ്രതിനിധീകരിക്കുന്നു. മറ്റേ വൃത്തം ഇരുട്ടിനെയും നിഴലിനെയും തിന്മയുമൊക്കെ. ഇവ രണ്ടും ചേരുന്ന ആ നടുവിലത്തെ ഭാഗമില്ലേ, അതാണ് മണ്ടോർല. അവിടെയാണ് ഹീലിംഗ് നടക്കുന്നത്, അവിടെയാണ് പൂർണ്ണതയുണ്ടാവുന്നത്, അവിടെയാണ് ഈഗോയും ഷാഡോയും ഒന്നിക്കുന്നത്. കാൾ യുങ്ങിന്റെ വളരെ പ്രശസ്തമായൊരു വാചകമുണ്ട്, മതിയായ ആളുകൾ അവരുടെ ഉള്ളിലേക്ക് നോക്കി ഈ ജോലി ചെയ്യാൻ തയ്യാറായാൽ എന്ന്. അദ്ദേഹം ആ വാചകം മുഴുവനാക്കുന്നില്ല, കാരണം അതിന്റെ ബാക്കി നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. നമ്മൾ ഓരോരുത്തരും ഈ ആന്തരികമായ മാറ്റത്തിന് തയ്യാറായാൽ ഈ ലോകത്ത് കാണുന്ന പല വലിയ ദുരന്തങ്ങളും ഒഴിവാക്കാൻ നമുക്ക് കഴിഞ്ഞേക്കും. അപ്പോ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിന്റെ എല്ലാം കാതലെന്താണ്? ജീവിതത്തിന്റെ ലക്ഷ്യം ഒരു പെർഫെക്റ്റ് മനുഷ്യനാവുക എന്നതല്ല, കാരണം അത് സാധ്യമല്ല. പകരം ഒരു പൂർണ്ണനായ മനുഷ്യനാവുക എന്നതാണ്. നമ്മുടെ നന്മയും തിന്മയും വെളിച്ചവും ഇരുട്ടും എല്ലാത്തിനെയും അംഗീകരിച്ച് നമ്മുടെ മനുഷ്യത്വത്തെ അതിന്റെ എല്ലാ പൂർണ്ണതയോടും കൂടി ഉൾക്കൊള്ളുക. അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഈ ഒരു ചിന്ത നിങ്ങൾക്ക് വിട്ടു തന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഒന്ന് ആത്മാർത്ഥമായി ആലോചിച്ചു നോക്കൂ. നിങ്ങൾ ഇതുവരെ കാണാതിരുന്ന നിങ്ങളുടെ ആ നിഴലിനുള്ളിൽ നിങ്ങൾക്കായി എന്ത് നിധിയാണ് കാത്തിരിക്കുന്നത്?